കണ്ടു കഴിഞ്ഞാൽ കണ്ണ് തള്ളി അമ്മാതിരി പടം. സെർബിയൻ മൂവി എന്ന് പറയും. എന്റെ പൊന്നോ, ഒരുത്തൻ സജസ്റ്റ് ചെയ്തത് എന്റെ അബദ്ധത്തിൽ ഞാനിത് കണ്ടുപോയി. അത് എല്ലാം നിരോധിച്ച സിനിമയായിരുന്നു. അത് ബാൻ അടിച്ച പടമാണ്. വയലൻസ് ജർമ്മൻ പടമാണോ അല്ലെ? ജർമ്മൻ ആണോ സ്പാനിഷ് ആണോ? അതൊന്നും ഇത് ട്വിസ്റ്റ് എന്ന് പറഞ്ഞാണല്ലോ. പിന്നെ ക്ലൈമാക്സ് അമ്മാതിരി ക്ലൈമാക്സ്. ഈ വർഷം ഇറങ്ങിയ പടം പോൺസ്റ്റാർസിന്റെ പടമാണ്. ഈ മാറ്റം ഇറങ്ങിയൊന്നും ഇപ്പോഴൊന്നുമല്ല, 2013-14 ഇറങ്ങിയ പടം. പോൺസ്റ്റാറിന്റെ ഒരു അങ്ങനത്തെ ഒരു സീരിയസാ. ഈ നടന്മാർ അഭിനയിക്കുന്നു പോകുന്ന ആ ഒരു സെറ്റപ്പാ. അതിൽ അവരുടെ കുടുംബജീവിതത്തിലെ കഥയെ കാണിക്കുന്നു. അതൊരു രക്ഷയില്ല. അതിനകത്തെ കുറെ സീൻ വേണമെങ്കിൽ ഞാനൊന്ന് പറയാം. അത് കാണണ്ടേ? പടം കാണല്ലേ? പിന്നെ നിങ്ങൾക്ക് വല്ലാത്തൊരു അതെ, പടം നിങ്ങൾ കാണല്ലേ? ദൈവം പടം അറപ്പോതും. പ്രസവിച്ച് ഇങ്ങോട്ട് വീഴുന്ന കുഞ്ഞിനെ കശാപ്പ് ചെയ്യുന്ന ഒരുത്തൻ അങ്ങോട്ട് നിർത്തി കാണരുത്. അത് ബാൻ ചെയ്തതല്ലേ? അതെല്ലായിടത്തും ബാൻ ചെയ്തിരിക്കുന്നത്. ദൈവം ഇത് നീ അത് കാണാൻ കിട്ടത്തില്ല, ഡൗൺലോഡ് ചെയ്തെടുക്കാം. പക്ഷെ ഇതൊക്കെ കണ്ട് ഇതായിപ്പോ സ്റ്റക്കായിപ്പോ. അത് 2-3 സീനൊക്കെ ഉണ്ട്. ഈ വില്ലൻ എങ്ങനെ മരിക്കുന്നറിയോ? നായകൻ ഇങ്ങോട്ട് കലി പൂണ്ടി വന്നു അവന്റെ കണ്ണിനകത്തോട്ട് ഇടിച്ചങ്ങ്. മനസ്സിലായോ? എന്ത് മനസ്സിലായി? ഏത് അങ്ങ് ആയുധമില്ലാതെ അവൻ അതുകൊണ്ടാണ് ആ കോവിലിനെ കൊല്ലുന്നത്. വല്ല മനസ്സിലായോ? അങ്ങനെ പറയുമ്പോ എനിക്ക് ഏറ്റവും വേറെ ഈ കൊച്ചിന്റെ സീൻ നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. അതേപോലെ തന്നെ ഈ കൊച്ചിന്റെ ഇവന്റെ ഭാര്യയെ മോനെ ഇവിടെ കിടത്തിയിരിക്കുക. വില്ലൻ ടെററാ കിടത്തിയിരിക്കുക. 2 പേരെ ഒരാളെ ചൂസ് ചെയ്യാം. എന്നാ ഇവൻ അറിയത്തില്ല ഇതാരാ കിടക്കുന്നതെന്ന്. അങ്ങനെ ഒരു സീനുണ്ട്. മരുന്ന് കുത്തിവെച്ച് കയറ്റി വിടുവോ ഇവൻ. പിന്നെ ഇവനൊന്നും അറിയത്തില്ല. അവന്റെ പ്രാണന പത്രിക അവൻ തുറന്നങ്ങോട്ട് കലാപരിപാടി ആയിരിക്കും. അത് കഴിയുമ്പോൾ അറിയില്ല ഭാര്യയും മോനും ഇപ്പുറത്തും കിടക്കുന്നത്. വില്ലനൊരുത്തൻ ഇവിടെ നായകൻ. പിന്നെ ഇത് അങ്ങനെ കുറെ സീനുണ്ട്. ഇത് ഏറ്റവും വലിയ സീന കൊച്ചിനെ പ്രസവിച്ചു വീഴുന്ന കുഞ്ഞ്. സമയത്ത് കണ്ടതായി ഞാൻ എറണാകുളത്ത് ഇരിക്കുന്ന സമയം